പുഷ്പ കണ്ടപ്പോ അയാൾക്ക് പ്രാന്തായി. എന്നാ പിന്നെ ഇതിന് അത് പുഷ്പയ്ക്കത് ചന്ദനം, ഇത് ആനക്കൊമ്പ്. ഇതേപോലെ ഈ കോമഡി പടമായിട്ടാണ് സത്യം പറയാൻ കാട്ടാളം തോന്നിയ. ഓണമൊക്കെ ആയിട്ട് കുറച്ച് സിനിമകളൊക്കെ റിലീസ് ആവുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ സിനിമ എന്ന് നിയറസ്റ്റ് പറയാം. അതിനകത്ത് കുറേ പിന്നെ ഇതിന് OTT റിലീസായ ഒരു പടത്തിന്റെ റിവ്യൂ കൂടി പറയാം. അതെന്ന് വെച്ചാൽ കാട്ടാളനാണ്. അത് പിന്നെ പറയാം. ഇപ്പൊ അയാം ഗെയിമർ ഇപ്പൊ 21-ാം തീയതി റിലീസ് പ്രഖ്യാപിച്ചത്. അത് മാറ്റിയിട്ടുണ്ട്. അതിപ്പോ ഏകദേശം സെപ്റ്റംബർ 3-ലേക്ക് മാറും. കാരണം എന്ന് പറഞ്ഞാല് അതിനിപ്പുറം വരുന്ന പടങ്ങൾ പറഞ്ഞാൽ ദുൽഖറിന്റെ 50 കോടി ബഡ്ജറ്റാണ്. എന്താ മാറ്റം എന്ന് ചോദിച്ചാൽ 3 പടം ക്ലാഷ് ആകുമായിരിക്കും. പിന്നെ ടോക്സിക്ക് വരാനുണ്ടല്ലോ, അതാണ്. രണ്ടാമത്തെ പിന്നെ പറയാനുള്ളത് പറഞ്ഞാൽ പിന്നെ ടോക്സിക്ക് 500 കോടി ബഡ്ജറ്റാണ് ഗീതു മോഹൻദാസിന്റെ ടോക്സിക്ക്. നമ്മുടെ യാഷ് റോക്കി ബൈയുടെ പടം 500 കോടി രൂപയാണ് ബഡ്ജറ്റ് വരുന്നത്. അതിപ്പം പിന്നെ ഈ മാസം തന്നെ 26-ാം തീയതിയാണ് റിലീസ് പ്രഖ്യാപിച്ചേക്കുന്നത്. അപ്പം ഏകദേശം 22-ാം തീയതിയൊക്കെ നമ്മൾ മറ്റു പടങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ 4-5 ദിവസം കൊണ്ട് ഒരു പ്രോബ്ലംസ് കണ്ടുകൊണ്ടായിരിക്കാം മേ ബി അയാം ഗെയിമർ മാറ്റിയേക്കുന്നത്. പിന്നെ വരുന്നേക്കുന്നത് ബത്ലേം കുടുംബ യൂണിറ്റ് ആണ്. അത് 20 കോടി ബഡ്ജറ്റിൽ നിവിൻ പോളിയുടെ ചിത്രമാണ്. അത് 21-ാം തീയതി. അപ്പൊ 21-ാം തീയതി ബത്ലേമാണ്. പൃഥ്വിരാജ് വൈശാഖ് കൂട്ടുകെട്ടിനകത്ത് ഒരുങ്ങുന്ന ഒരു അത്യാവശ്യം വലിയ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ഖലീഫ. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലാലേട്ടൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിനകത്ത് അങ്ങനെ അത് 20-ാം തീയതി ഇറങ്ങുന്നുണ്ട്. അപ്പൊ 20-ാം തീയതി ഖലീഫ ഇറങ്ങിയ 21-ാം തീയതി ബത്ലേം കുടുംബ യൂണിറ്റ്, പിന്നെ 26-ാം തീയതി ടോക്സിക്. അപ്പൊ ഏകദേശം 4 ദിവസം ഗ്യാപ്പ് കിട്ടത്തുള്ളൂ. പിന്നെ പോകുന്നെന്ന് പറഞ്ഞാല് കാട്ടാളന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് OTT റിലീസായി. ആ കാട്ടാളൻ സിനിമ എന്റെ അറിവില് ഈ ഇത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് കാര്യം പറഞ്ഞു, ഇത് 2005-ലെങ്ങാണ്ട് ചെയ്യേണ്ട പടമാണ്. 2025 കൊണ്ടുവന്നിട്ട് അതിനകത്ത് ആകപ്പാട് അപ്ഡേറ്റ് ആയെന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഒരു 70 Pro Max അതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വണ്ടികൾ കാണിക്കുന്നുണ്ട്. അല്ലാതെ ആ കഥ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന പുഷ്പ കണ്ടപ്പോ അയാൾക്ക് പ്രാന്തായി. എന്നാ പിന്നെ ഇതിന് അത് പുഷ്പയ്ക്കത് ചന്ദനം, ഇത് ആനക്കൊമ്പ്. ഇതേപോലെ ഈ കോമഡി പടമായിട്ടാണ് സത്യം പറയാൻ കാട്ടാളം തോന്നിയ. അത്രയ്ക്കും മോശമായിട്ടാണ്. എന്ത് എന്തോ കഥ പറഞ്ഞപ്പം വേറെ എടുത്തപ്പം വേറെ ആയി കാണും. അതായിരിക്കും കാര്യം. അല്ലെങ്കിൽ ഒരിക്കലും ഈ പടമൊക്കെ ആരെങ്കിലും എടുക്കുവോ? അത്രയ്ക്കും മോശമായിട്ടുള്ള ഒരു പടമാണ് കാട്ടാളൻ. അതിപ്പം മനോരമ മാക്സിനകത്ത് OTT കിടപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇപ്പോഴത്തെ അപ്ഡേഷനൊക്കെ ഇതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ കാത്തിരിക്കുന്ന പടം ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്തേരെ.